ഹായ് ഹലോ വെൽക്കം ടു ലേൺ കൊമേഴ്സ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ആദ്യം ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എന്തിനാണ് ആ ഒരു സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ആ ഹോൾ സബ്ജക്റ്റ് നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇതിനു മുന്നേ കഴിഞ്ഞ സെമസ്റ്ററുകളിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ, ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ത്രൂ ഈ സബ്ജക്റ്റിൽ എന്താണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ എല്ലാ യൂണിറ്റ്സുകളിലും എല്ലാ ഫീൽഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കോസ്റ്റ്. മീൻസ് എല്ലാ ഫീൽഡ് ഇൻ ദ സെൻസ് എല്ലാ ബിസിനസ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ്സുകളിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഇപ്പോൾ ഒരു പെന്ന് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു പെന്ന് ഉണ്ടാക്കുന്ന യൂണിറ്റിൽ ഒരു പെർ ഡേ ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000 പെന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു 1000 അല്ലെങ്കിൽ ഒരു 2000 എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം കോസ്റ്റ് അതിന് വന്നിട്ടുണ്ട്, അപ്പോൾ എത്രത്തോളം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കോസ്റ്റ് അതിന് വന്നിട്ടുണ്ട്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക, അല്ലേ? നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളമാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്, എത്രത്തോളമാണ് കോസ്റ്റ് വന്നിട്ടുള്ളത്, ആ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അത് സിമ്പിളായിട്ട് അങ്ങനെ ആ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രീം ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിന് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അക്കൗണ്ടിങ്സുകൾ ഇതിൽ വരുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനും അതിന് എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനും ആ കോസ്റ്റ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്ട്രീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ അവർക്കത് വലിയൊരു ഇഷ്യൂ വരില്ല, അല്ലേ? ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? അപ്പോൾ പെന്ന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നും ടോട്ടൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. പക്ഷെ നിങ്ങൾ നോക്കൂ, പെന്ന് അതേപോലെ ബുക്ക് അങ്ങനെ ഒരുപാട് XYZ എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഈസി ആയിരിക്കില്ല. ആ ഒരു കേസിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ എമേർജ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണെന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുമ്പോൾ ഇതൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് നമ്മൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ആസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ നോക്കൂ, ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ നിന്ന് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടായിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ആ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ളത്. ഫസ്റ്റ് വൺ, നോ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നോട്ട് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ വേറൊരു വേൾഡാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇൻകം, എക്സ്പെൻസ്, നമ്മൾ +1 +2 സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ വരും. അവിടെ കോസ്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ കോസ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നില്ല എന്നുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു
ഒരു ഡ്രോബാക്ക് ആണ്. പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ ദ കോസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ പീരീഡിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യൽ മാത്രമാണ് അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഇത് ഹാപ്പൻഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു കൺട്രോളിങ് ഇല്ലാത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. സോ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ നമുക്ക് അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ. ഹിസ്റ്റോറിക്കൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ഇൻ ദ നാച്ചർ ഓഫ് ഹിസ്റ്റോറിക്കൽ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഫെയിൽസ് ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ വരും ചാപ്റ്റേഴ്സിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഒക്കെ പഠിക്കും. മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഇത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആ ഒരു സ്കോപ്പൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നോ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഒന്നും പ്രത്യേകിച്ച് ക്ലാസിഫിക്കേഷൻ ഒന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നില്ല. ഇൻഎഫക്റ്റീവ് ഇൻ പ്രൈസ് ഫിക്സേഷൻ. അതായത് നമുക്ക് പ്രൈസ് തീരുമാനിക്കാം, ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. പക്ഷെ എഫക്റ്റീവായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പോലെ ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വേണം. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസിൽ നിന്നൊക്കെയാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് എമേർജ് ആയിട്ടുള്ളത്. ഷോർട്ടേജ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ദ എമർജൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. ഓക്കെ, സോ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ്? സിമ്പിളായിട്ട് നമ്മൾ വലിച്ചു വാരിയൊന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് പറയുമ്പോൾ CIMA ലണ്ടൻ പറയുന്നത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്സും പ്രോസസ്സുകളെയുമാണ് സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിച്ച് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോസസ് അസർട്ടൈൻ കോസ്റ്റ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കൂ. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്, അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ്. പ്രോഡക്ട്സിനും സർവീസസിനും വരുന്ന കോസ്റ്റുകളെ ക്ലാസിഫിക്കേഷനും റെക്കോർഡിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, കോസ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആണ് ഇത് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഓഫ് കോസ്റ്റ് വിച്ച് ബിഗിൻസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും, കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്ത കോസ്റ്റിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സുകളൊക്കെ കമ്മിങ് സ്ലൈഡ്സിൽ വരുന്നുണ്ട്. റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന, കമ്പനിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ റിപ്പോർട്ടിനെ മാറ്റുന്ന ആ ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു മീനിങ് മനസ്സിലാക്കിയാൽ മതി. ഇനി കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ ചോദിക്കും. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ കണ്ടുപിടിച്ച കോസ്റ്റിനെ അനലൈസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെ മാത്രമാണ് എന്ത് പറയുന്നത്, കോസ്റ്റിംഗ്. ഇവിടെ ഇത്ര കോസ്റ്റ് വന്നു എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോസ്റ്റിംഗ്. അതിനെ നമ്മൾ അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബ്രോഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതിനെ നമ്മൾ അനാലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും, എന്താണ് കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മളോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടൻസി. എപ്പോഴും 2 മാർക്കിന് ഡെഫിനിഷനായിട്ട് ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് ചോദിക്കാറുള്ളതാണ്. ഈ ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം ബെനിഫിറ്റ്സുകളുണ്ട്. ദ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ് എന്ന് പറയുന്നത് പോലെ കുറച്ച് അധികം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാലുണ്ട്. ഒന്ന് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ അങ്ങനെ എഴുതാം, മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി, എക്സ്പ്ലെയിൻ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. അതേപോലെ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും സ്കോപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡെഫിനിഷൻ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ഡെഫിനിഷൻ നോക്കൂ. ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, ടെക്നിക്സ് ടു സയൻസ്, ആർട്സ്, പ്രാക്ടീസസ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി
ഇറ്റ് ഇൻക്ലൂഡ് ദ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഡിറൈവ്ഡ് therefrom for the purpose of managerial decision making. CIMA എൻ്റെ ഡെഫിനിഷനാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ടെക്നിക്സുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ ആദ്യം കണ്ടുപിടിച്ച് അതിനെ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത് മാനേജ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, നമുക്കറിയാം ആ ഒരു കോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുത്താൽ മാത്രമേ ഏത് ബിസിനസ്സും സക്സസ് ആവുള്ളൂ. എക്സ്പെൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇൻകംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഫ്ലോപ്പ് ആവും. അപ്പോൾ ആ ഒരു കോസ്റ്റിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാന്നുള്ള ആ ഹോൾ എൻറ്റയർ പ്രോസസ്സ്, ആ ഒരു ബൗണ്ടറിയുടെ ഉള്ളിൽ ആ ഒരു ഹോൾ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡെഫിനേഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് വളരെയധികം ഫ്രൂട്ട്ഫുള്ളായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പോയിന്റ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ പോയിന്റ്സുകൾ പഠിച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻസ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഓൺ വേർഡ്സിൽ എഴുതാൻ കഴിയണം. പോയിന്റ്സിൽ ഓൺ വേർഡ്സിൽ നിങ്ങളെ കൊണ്ട് ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങളെ കൊണ്ട് അത് പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ, കോസ്റ്റ് റെക്കോർഡിങ്. എന്താണ് കോസ്റ്റ് റെക്കോർഡിങ്? നമുക്കറിയാം ഒരു ബിസിനസ്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഡെയിലി ഒരുപാട് കോസ്റ്റുകൾ സംഭവിക്കും, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും. ആ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ കോസ്റ്റുകളെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് സ്കോപ്പ്. ഓക്കെ, ആ കോസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിൽ നിൽക്കും. കോസ്റ്റ് അസർടൈൻമെൻറ്റ്. എന്താണ് കോസ്റ്റ് അസർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രോഡക്ട്സുകളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഉണ്ടാവും. നമുക്ക് സർവീസുകൾ ഉണ്ടെങ്കിൽ അതിന് കോസ്റ്റ് ഉണ്ടാവും, ഓരോ ജോബുകൾക്ക് കോസ്റ്റ്, നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചതിൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചതിൽ കോസ്റ്റുമായിട്ട് ബന്ധപ്പെടാത്ത, നമ്മൾ അറിയാതെ അൺനെസസറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളതിനൊക്കെ നമ്മൾ ഒരുമിപ്പിച്ച് വെക്കുന്ന ആ ഒരു അസർടൈൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക, അങ്ങനെ അസർടൈൻ ചെയ്ത് വെക്കുന്ന ഇത് രണ്ടാമത്തെ സ്കോപ്പ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കുറേ കോസ്റ്റ് ഉണ്ടാവും, നമുക്കറിയാം. ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതൊന്നും കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസിന് എന്ത് വേണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ABCD അങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ കിട്ടി. അപ്പോൾ നമുക്കത് എയുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ മാറ്റി വയ്ക്കുക, ബിയുമായി ബന്ധപ്പെട്ട കോസ്റ്റുകൾ വേറെ, സിയുമായി ബന്ധപ്പെട്ടത് വേറെ, ഡിയുമായി ബന്ധപ്പെട്ട. അപ്പോൾ തരം തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിയും. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തന്നെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോളാണ്. അതായത് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ കോസ്റ്റിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും, പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. എവിടേക്കാണ് നമുക്ക് അധിക ചിലവ് വരുന്നത്, നമുക്ക് എവിടേക്കാണ് ആ അധിക ചിലവിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുക, നമുക്ക് എന്നിട്ട് അതിനെ പ്രോഫിറ്റാക്കി എങ്ങനെ മാറ്റാൻ പറ്റും, എങ്ങനെ എഫക്റ്റീവായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. കോസ്റ്റ് റിഡക്ഷൻ എ കൈൻഡ് ഓഫ് കോസ്റ്റ് കൺട്രോളിന് ആവശ്യമില്ലാത്ത കോസ്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റിഡക്റ്റ് ചെയ്യാം. അങ്ങനെ ആ കോസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കോസ്റ്റ് കമ്പാരിസൺ. ഓക്കെ, കോസ്റ്റ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അതായത് ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഓരോ പീരീഡിൽ, ഇപ്പോൾ 2021-22 ഇത്ര കോസ്റ്റ് ഉണ്ടായി, 22-23 ഇത്ര കോസ്റ്റ് ഉണ്ടായി. അപ്പോൾ അവിടെ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും, അല്ല ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു, അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പോൾ അതങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും എഫക്റ്റീവായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ഒരുപാട് വഴികൾ നമുക്ക് കിട്ടും. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഇത് നമുക്ക് വേറെ തന്നെ ഒരു ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് നല്ല ബഡ്ജറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇൻവെൻട്രി കൺട്രോൾ. കോസ്റ്റിൻ്റെ നമ്മൾ എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ട് ഇൻവെൻട്രിയിൽ, നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഇൻവെൻട്രി യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻവെൻട്രി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിന് വേണ്ടി മാനേജ്മെൻറ്റ് എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ്. ഇനി പറയാൻ പോകുന്ന സ്ലൈഡുകളിലുള്ള കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ നമ്മളൊന്ന് ഫാസ്റ്റ് ആയിരിക്കും.
അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആസ് ഓൾറെഡി ഒബ്ജക്റ്റീവാണ്. പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഇപ്പം എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, വാട്ട് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്? അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആസ് ഓൾറെഡി വി ഡിസ്കസ്ഡ്. കൺട്രോൾ ഓഫ് കോസ്റ്റ് എന്തിനാണെന്ന് പറഞ്ഞു, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിങ്ങിൽ റോൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ, അവിടെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്രത്തോളം എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 10 രൂപ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 10 രൂപയ്ക്ക് തന്നെ നമ്മളത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതൊരു 15 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാൻ 10 രൂപയും 15 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്താൽ 5 റുപ്പീസ് നമുക്ക് അവിടെ എന്ത് വന്നിട്ടുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനും മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാൻ ഒരുപാട് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയാസാണ് ഇവിടെ അതിൻ്റെ ഫങ്ഷൻസ്, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് കഴിഞ്ഞ സ്ലൈഡുകളിൽ തന്നെ റിപ്പീറ്റേഷൻസ് തന്നെ അവിടെ വരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിനും അഡ്വാൻറ്റേജസിലും ഫങ്ഷൻസിലൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിതിങ്ങനെ വീണ്ടും കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും? നമ്മളത് ഇൻജെക്റ്റഡ് ആയിപ്പോവും. കോസ്റ്റ് അസർടൈൻമെൻറ്റ് ആസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാനേജ്മെൻറ്റിന് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബഡ്ജറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ സ്ലൈഡുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, നല്ലൊരു ഏരിയ ആണ് കേട്ടോ. മെറിറ്റ്സ് ഓഫ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും കുറച്ചധികം കാറ്റഗറീസ് ഓഫ് ആളുകൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ്, ഫസ്റ്റ് കാറ്റഗറീസ് ഓഫ് ആളുകളാണ് മാനേജ്മെൻറ്റ്. കമ്പനിയുടെ മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് എന്തൊക്കെ ഹെൽപ്പ് ഉള്ളത് ഒന്ന് നോക്കൂ. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റി. ഒരു കമ്പനിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നിലനിർത്തിക്കൊണ്ട് അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ പ്രോഫിറ്റബിൾ ആണോ അൺപ്രോഫിറ്റബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വേസ്റ്റേജ് ആൻഡ് ലോസസ്, വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ലോസും വേസ്റ്റേജും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 സാധനങ്ങളും കുറയണം അല്ലേ? എന്നാൽ മാത്രമേയാണ് നമുക്ക് അവരുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കാറ്റഗറീസ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് വരുന്ന അഡ്വാൻറ്റേജസ്. രണ്ടാമത്തത് എംപ്ലോയീസിന് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിന് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് പ്ലാൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എലമെൻസിലെ മൂന്നാമത്തെ എലമെൻ്റാണ് രണ്ടാമത്തെ എലമെൻ്റ് മെറ്റീരിയൽ ലേബർ ആണ്. ലേബർ ചാപ്റ്ററിൽ നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്താ, ബോണസ് സ്കീമുകൾ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ എംപ്ലോയിക്ക് ബോണസുകളും ഇൻസെൻറ്റീവ്സും കിട്ടാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ ചാപ്റ്ററിൽ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബോണസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെയർ ആയിട്ടുള്ളൊരു വേജ്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവരെടുക്കുന്ന വർക്കിനനുസരിച്ചുള്ളൊരു വേജ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ തന്നെ പ്രൊഡക്ടിവിറ്റി, നല്ല ബോണസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ എംപ്ലോയീസുകൾ തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറീസ് ഓഫ് ആളുകളാണ് ആര്? എംപ്ലോയീസ്. ഇനി പറയുന്നത് മൂന്നാമത്തതാണ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഒരു കമ്പനിയിൽ വന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സിന് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, സോൾവൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഇപ്പം ഞാനാണ് ഒരു കമ്പനിയിൽ കൊണ്ടുവന്ന് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്ന് ഞാൻ നോക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെ കണ്ടുപിടിക്കുക? അവരുടെ കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്
അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രോഫിറ്റബിൾ ആണോ, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടോ, പ്രൊഡക്ഷൻ എങ്ങനെയാണോ, അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ എഫക്റ്റീവ് ആയിട്ട് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യാൻ, നല്ല കമ്പനി ചൂസ് ചെയ്യുന്നതോട് കൂടി തന്നെയാണ് നമ്മൾ ക്യാപിറ്റൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഡിറ്റർമിനേഷൻ ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ്, കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് കറക്റ്റ് ടൈമിൽ ഡെപ്റ്റൊക്കെ റീപേ ചെയ്യാൻ കഴിയുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാറ്റഗറീസ് ഓഫ് ആളുകൾ. ഓക്കെ, നാലാമത്തത് ഗവൺമെൻറ്റിന് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, പോളിസി ഫോർമുലേഷൻ. നല്ല കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കമ്പനീസ് യൂസ് ചെയ്യുന്ന നല്ല പോളിസീസ് ആണെങ്കിൽ ഗവൺമെൻറ്റിന് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, കമ്പനീസിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്ലാനിങ്ങിലും ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാം. ടാക്സ് സപ്പോർട്ട്, ടാക്സിൻ്റെ ഒരുപാട് പ്രൊവിഷൻസ്, നമ്മളെ കോസ്റ്റുകളും എത്ര ടാക്സ്, നിങ്ങൾ നെക്സ്റ്റ് സെമസ്റ്ററിൽ ടാക്സ് പഠിക്കുമ്പോൾ അവിടെ ഉണ്ടാവും നമുക്ക് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ആ ടാക്സ് നമുക്ക് ടാക്സ് കുറവ് വരിക, ചില കോസ്റ്റുകളൊക്കെ നമ്മൾ ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ടാക്സ് കുറവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടാക്സ് പ്രോപ്പറായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോർത്ത് കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ആണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുക, ഫസ്റ്റ് എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, അൺനെസസറി ആയിട്ടുള്ള മീൻസ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാബിലിറ്റി ആൻഡ് എഫിഷ്യൻസി, മൊത്തത്തിൽ ആ ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്കറിയാം എക്കോണമീനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. ഒരു ബിസിനസ് ഫേമുകൾ അടിപൊളിയാണെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് എക്കോണമി നമുക്ക് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതൊരു ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ ഫേമിലും കോസ്റ്റ് അക്കൗണ്ടൻസുകൾ ഉണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇത് ഫിഫ്ത്ത് കാറ്റഗറീസ് ഓഫ് ആളുകളാണ്. അപ്പോൾ ആരൊക്കെയായിരുന്നു, ഫസ്റ്റ് മാനേജ്മെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന് മാനേജ്മെൻറ്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റേഴ്സിന് ഉണ്ട്, ഗവൺമെൻറ്റിനുണ്ട്, സൊസൈറ്റിക്കുണ്ട്. അങ്ങനെ 5 കാറ്റഗറീസ് ഓഫ് ആളുകൾക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൊണ്ട് അഡ്വാൻറ്റേജസ് ഉള്ളത്. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട്, തിയറി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് ഡീമെറിറ്റ്സ് ഓർ ഡിസഡ്വാൻറ്റേജ്. നമുക്കറിയാം ഒരു കോയിന് 2 സൈഡുള്ള പോലെ എത്രത്തോളം അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാലും എന്തിനും അതിൻ്റെ ഡീമെറിറ്റ്സുകളുണ്ട്. ഫസ്റ്റ് വൺ, എക്സ്പെൻസീവ് ടു ഇംപ്ലിമെൻറ്റ്. നമുക്ക് പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയിനെ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ എംപ്ലോയിക്ക് നമ്മൾ സാലറി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പുതിയ അക്കൗണ്ടിങ് സിസ്റ്റം ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില പുതിയ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. രണ്ടാമത്തെ, കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിങ്, വിച്ച് മീൻസ് പഴയ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമുക്കറിയാം, നമ്മൾ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നിട്ട് പുതിയ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ പഴയ ആളുകൾക്ക് അതിന് കുറേ ടെൻഷൻസ് ഉണ്ടാവും പുതിയൊരു സിസ്റ്റം വരുമ്പോൾ. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് സമയം എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫേംസ്. ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും ഇത് സ്യൂട്ട് ആവില്ല. മീൻസ് ഇത് ഒരുപാട് കോസ്റ്റുകളും കാര്യങ്ങളും വരുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഫോർ എ സ്മോൾ കൺസേൺ it's an option but it's not a better option. May involve approximations, means സബ്ജക്റ്റീവ് ആയിട്ടുള്ള പല ഡിസിഷൻസും ഇതിൻ്റെ ബേസിൽ വരാം. മീൻസ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻസും അതൊരു ഹാൻഡിൽ ചെയ്യുന്ന ആൾക്ക് അതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊക്കെ ഇവിടെ ഒരു പവർ വരും കോസ്റ്റ് അക്കൗണ്ടൻറ്റിന്. അങ്ങനെ അപ്രോക്സിമേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അസംഷൻസ്, അത് ഡീൽ ചെയ്യുന്ന ആളെ ബേസ് ചെയ്തിട്ട് ചില അസംഷൻസ് ഒക്കെ ഉണ്ടാവാൻ അവിടെ സാധ്യതയുണ്ട്. മീൻസ് പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത് കോസ്റ്റിംഗ് എന്താണെന്നും
കോസ്റ്റ് എന്താണെന്നും കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ്, അതിൻ്റെ ഡീമെറിറ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.